ഓച്ചിറ ഗ്രാമപഞ്ചായത്ത് അംഗവും ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവ് ആനന്ദലക്ഷ്മി ടീച്ചർ അനുസ്മരണം ഓച്ചിറയിൽ നടത്തി. പായ്ക്കുഴിയിലാണ് അനുസ്മരണം സംഘടിപ്പിച്ചത്. CPI ഓച്ചിറ പടിഞ്ഞാറ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു അനുസ്മരണം. ഓച്ചിറ ഗ്രാമപഞ്ചായത്ത് അംഗവും ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവ് ആനന്ദലക്ഷ്മി ടീച്ചറുടെ അനുസ്മരണമാണ് നടത്തിയത്. CPI ഓച്ചിറ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പായ്ക്കുഴിയിലാണ് അനുസ്മരണം സംഘടിപ്പിച്ചത്. അനുസ്മരണത്തിൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി K. നൌഷാദ് അധ്യക്ഷത വഹിച്ചു. CPI മണ്ഡലം കമ്മിറ്റി അംഗം RD പത്മകുമാർ അനുസ്മരണ പ്രഭാഷണം നടത്തി. 30 വർഷമായിട്ട് തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് യാതൊരു വിധമായിട്ടുള്ള കോട്ടവും തട്ടാതെ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് യാതൊരു വിധമായിട്ടുള്ള കോട്ടവും തട്ടാതെ ഇന്നും നിലനിർത്താൻ കഴിഞ്ഞത് സാറിന്റെ ആ പ്രവൃത്തിയുടെ ഫലമായിട്ട് തുടർ പ്രവർത്തനങ്ങളിൽ ജനങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ആ രീതിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലപാട് സ്വീകരിക്കും എന്നുള്ള ചിന്ത കൊണ്ടാണ് നമ്മളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകരെ ഇവിടുന്ന് ജനപ്രതിനിധികളായിട്ട് തെരഞ്ഞെടുത്തിട്ടുള്ളത്. CPI മണ്ഡലം സെക്രട്ടറി S. കൃഷ്ണകുമാർ, മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി KM അബ്ദുൽ ഖാദർ, താജ്, ജയകുമാർ പുണർദം, മായാശ്രീ, റസിയ സാദിഖ്, സുനിത മോഹൻ, റൂഫ്വേൾഡ് രാധാകൃഷ്ണൻ, സലീം ഹാജി, ബീനാമ തുടങ്ങിയവർ പങ്കെടുത്തു. അപ്രതീക്ഷിതമായിട്ടാണ് ഈ വാർഡിലെ സ്ഥാനാർത്ഥിയായി ടീച്ചർ മത്സരിക്കുന്നത്. അന്ന് ആദ്യത്തെ പ്രാവശ്യം ടീച്ചർ ജയിക്കുന്നത് 6 വോട്ടിനാണ്. എന്നാൽ പിന്നീട് ടീച്ചർ വീണ്ടും ഈ വാർഡിൽ നിന്നും അതിൽ ഭൂരിപക്ഷം ഏതാണ്ട് 180ഓളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വീണ്ടും ജയിച്ചു. പിന്നീട് ടീച്ചർ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റായി. പിന്നീട് ഓച്ചിറ ബ്ലോക്ക് ഡിവിഷനിൽ ചങ്ങംകുളങ്ങര ഡിവിഷനിൽ നിന്ന് മത്സരിച്ചു. അന്ന് മത്സരം കനത്ത മത്സരമായിരുന്നു. നിലവിലുണ്ടായിരുന്ന കൊറ്റമ്പള്ളി പഞ്ചായത്ത് മെമ്പറെയാണ് മത്സരിച്ച് പരാജയപ്പെടുത്തിയത്. ഇതോടൊപ്പം പുഷ്പാർച്ചനയും സംഘടിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ.